ഹായ് ഗൈസ്, അങ്ങനെ ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ പാകിസ്ഥാൻ പറയുന്ന നമ്മുടെ റഫേൽ 5 ടോട്ടൽ 5 ഫൈറ്റർ വിമാനങ്ങൾ, ഇതിൽ റഫേലും സുക്കോയ് 30 അവർ ഡിസ്ട്രോയ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇന്ത്യ പറയുന്ന F-16 അതുപോലെ തന്നെ JF-17 ഡിസ്ട്രോയ് ചെയ്തു എന്ന് പറയുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ഇതിനെക്കുറിച്ച് കൺഫേം ആയ ന്യൂസുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും എന്താ സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ അറ്റാക്കിന് ശേഷം മസൂദ് അസ്ഹർ ആയിക്കോട്ടെ, അങ്ങനെ ജെയ്ഷ് ഇ മുഹമ്മദ്, അതുപോലെ തന്നെ ലഷ്കർ-ഇ തയ്യിബ, അങ്ങനെയുള്ള എല്ലാ തീവ്രവാദി സംഘടനകളും എവിടെയാ ഓടി ഒളിച്ചതെന്ന് ആർക്കും ഒരു പിടിയുമില്ല. ഏകദേശം 9 സ്ഥലങ്ങൾ ടാർഗറ്റ് ചെയ്ത്, ഇതിൽ പ്രത്യേകം പറയേണ്ട 3 ആട്ടോ നമ്മുടെ ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സ് 3 പേരും ഒരുമിച്ച് ടാർഗറ്റ് ചെയ്തിട്ടാണ് അറ്റാക്കുകൾ നടത്തിയിരിക്കുന്നത്. POK അറ്റാക്കുകൾ നടത്തി. അതുപോലെ തന്നെ അവരുടെ പഞ്ചാബ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രൊവിൻസായ പഞ്ചാബിലും ഈ വട്ടം അറ്റാക്കുകൾ നടത്തിയിരിക്കുന്നു. അപ്പോൾ അറ്റാക്ക് നടത്തിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളായി കരുതപ്പെടുന്ന അതായത് ബഹൽപൂർ, അതുപോലെ തന്നെ സിയാൽകോട്ട്, മുർഷിദാബാദ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ പാകിസ്ഥാൻ ഒക്യുപ്പൈ ചെയ്ത കാശ്മീരിൻ്റെ ഉള്ളിലും പല സ്ഥലങ്ങളിലും അറ്റാക്കുകൾ നടത്തി. അതിൽ ഈ ബഹൽപൂർ എന്താ ഇത്ര പ്രത്യേകത എന്ന് വെച്ചാൽ, അതായത് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന പല തീവ്രവാദികളും ഒളിഞ്ഞിരിക്കുന്ന താവളമാണ് ഇവിടെയുള്ള പല തീവ്രവാദി കേന്ദ്രങ്ങളും അടിച്ചൊതുക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലൂടെ നമ്മൾ ഡയറക്റ്റ് പാകിസ്ഥാൻ മെസ്സേജ് കൊടുക്കുകയാണ്. അത് ഞങ്ങൾ ഈ സൈഡിൽ മാത്രമല്ല, വേണമെങ്കിൽ ലാഹോറും രാവൽപിണ്ടിയിലും വന്നടിക്കാനും ഞങ്ങൾക്ക് വലിയ മടിയൊന്നുമില്ല, കൃത്യമായ അറ്റാക്കുകൾ നടത്തി എന്നുള്ളത് തെളിയിച്ച് കാണിച്ചിരിക്കുകയാണ് വീണ്ടും ഇന്ത്യ. ഉടനെ പാകിസ്ഥാൻ കരയാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് 30 ഇന്നസെന്റ് ആയ ആൾക്കാർ മരണപ്പെട്ടു. ഇതിൽ 2 കുട്ടികൾ, ഒരു സ്ത്രീ, അങ്ങനെയുള്ള ലിസ്റ്റെല്ലാം പറഞ്ഞിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രൊപ്പഗൻഡ എല്ലാം ലോകത്ത് പടർത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ഭാഗം ഇങ്ങനെ പോകുമ്പോഴാണ് അവർ പറയുന്ന റഫേലും അതുപോലെ തന്നെ സുക്കോയ് 30 അവർ നശിപ്പിച്ചു എന്നുള്ളത്. അപ്പോൾ ഇതുവരെ ഇന്ത്യൻ ആർമീൻ്റെ ഈ വീഡിയോ എടുക്കുന്നവരെ വരെ കൺഫേം ആയ റിപ്പോർട്ട് അനുസരിച്ച് ഒരു അങ്ങനത്തെ വിമാനങ്ങളും ഇതുവരെയും ഡിസ്ട്രോ ആയ ഒരു റിപ്പോർട്ടുകളുമില്ല. അവർ കുറെ ആർമി ആൾക്കാരെ പിടിച്ചു വെച്ചതായി പറയുന്നുണ്ട്. അതും കംപ്ലീറ്റ്ലി ക്ലെയിം റോങ് ആണെന്നാണ് ഇപ്പോൾ വരെ കിട്ടിയ റിപ്പോർട്ടുകൾ. ഇനി നേരെ മറിച്ച് ഇന്ത്യൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ, അതായത് JF-17 അതുപോലെ തന്നെ അവരുടെ F-16 ഷോട്ട് ഡൗൺ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 2 ന്യൂസുകളും ഇതുവരെയും കൺഫേം ആയിട്ടില്ല. പക്ഷേ ഇതിനുള്ള സാധ്യതകൾ കൂടുതലുണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പറയുന്നത്. അപ്പോൾ അവർ എയർ ഡിഫൻസ് എല്ലാം തന്നെ ഒരുക്കി എല്ലാത്തിനും റെഡിയാന്ന് പറഞ്ഞ് കാത്തുനിന്ന ആൾക്കാർ എല്ലാത്തിനും റെഡിയായി ഒരുങ്ങിക്കൂടി എല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് വെടിപ്പിന് തന്നെ നമ്മുടെ പണി തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ എസ്കലേഷനിലോട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇനി ഇങ്ങോട്ട് വരികയാണ്, അതായത് പാകിസ്ഥാൻ തിരിച്ചടിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ ന്യൂസുകളെല്ലാം പറയുന്നത്. പക്ഷെ ഒരുപക്ഷെ അങ്ങനെ വരികയാണെങ്കിൽ ഇതൊരു എസ്കലേഷനിലോട്ട് പോകും. അമേരിക്ക 2 പേരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു എസ്കലേഷന് പോയാലും നമ്മൾ റെഡിയാണ് എന്നുള്ള എല്ലാവിധ സജ്ജീകരണവും ഒരുക്കിക്കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ മിലിറ്ററി ഡ്രില്ല് നടത്തും എന്ന് പറഞ്ഞെങ്കിലും അത് റിയൽ ആയിട്ട് തന്നെ നടത്തിയിരിക്കുന്ന പാകിസ്ഥാൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് വിചാരിക്കുന്നത്?